കോൺഗ്രസിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ 2011 അവസാന UDF മന്ത്രിസഭ കേരളം ഭരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അന്ന് UDFിനുണ്ടായിരുന്ന ഭൂരിപക്ഷം 72 സീറ്റുകളാണ്. അതായത് കൃത്യം 72 സീറ്റുകൾ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് മുതൽ, അതായത് 2011 മുതൽ UDFിന് ഒപ്പം നിൽക്കാതിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവരുടെ ഒരു റിവേഴ്സ് സ്വീപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായി മാറിയിരിക്കുന്നു. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഒരുപോലെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വലിയ വിലയിരുത്തലിലാണ് UDF ക്യാമ്പുള്ളത്. അത് തന്നെയാണ് ഈ ന്യൂനപക്ഷ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായ വലിയൊരു തരംഗമായി മാറും എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയൊരു, അതായത് 100 സീറ്റെന്ന ഒരു രാഷ്ട്രീയമായ ആത്മവിശ്വാസം കലർന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമമായ അല്ലെങ്കിൽ അന്തിമമായേക്കാവുന്ന കണക്കുകൾ, ഈ ശതമാന കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ 85 സീറ്റുകൾ വരെ ഉറപ്പ്, 85-ന് മുകളിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. അതായത് ഒരു തരംഗമാഞ്ഞു വീശിയാൽ അത് 90 വരെ എത്താം എന്ന വിലയിരുത്തലിലേക്കൊക്കെയാണ് കോൺഗ്രസ് ക്യാമ്പ് എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്ന കാര്യം, ലീഗ് നേതൃത്വം, അതായത് ലീഗിൻ്റെ 25ഓളം സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറും. ലീഗ് ഒരു ചരിത്ര വിജയം ഇത്തവണയും മലബാറിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിൻ്റെ ഒരു വനിതാ MLA ഇത്തവണ സഭയിലേക്ക് എത്തിയേക്കും. നമുക്കറിയാം TP രാമകൃഷ്ണനെതിരെയാണ് ഫാത്തിമ തഹ്ലിയ മത്സരിച്ചത്. അവിടെ TP രാമകൃഷ്ണൻ വലിയ വെല്ലുവിളിയാണ് തഹ്ലിയ ഉയർത്തിയത്. ഒരുപക്ഷെ അവർ ഒരു ചരിത്ര വിജയവുമായി നിയമസഭയിലേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ, അതായത് കഴിഞ്ഞ ഏതാണ്ട് 10-20 വർഷമായി കോഴിക്കോട് നിന്ന് ഒരു MLA ഇല്ല UDFിന്. ആ പതിവ് ഇത്തവണ മാറും. 3 പേരെങ്കിലും, കുറഞ്ഞത് 3 പേരെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ കോഴിക്കോട് നിന്ന് ജയിച്ചു കയറുമെന്നാണ് UDF ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം വയനാട് ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെ അവിടെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായെങ്കിലും IC ബാലകൃഷ്ണൻ, അതോടൊപ്പം കൽപ്പറ്റയിൽ T സിദ്ദിഖും, ഈ 2 പേരും സുൽത്താൻ ബത്തേരിയിലും അതോടൊപ്പം കൽപ്പറ്റയിലും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം കണ്ണൂരിൽ ഇടത് കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. K സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം അവസാന സമയത്ത് പ്രചാരണ രംഗത്ത് സജീവമായത് പേരാവൂരിലടക്കം വലിയ തരത്തിൽ പ്രതിഫലിക്കും. KK ശൈലജയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ മാർജിനിൽ, ഏതാണ്ട് 9,000 മുതൽ 13,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് ജയിച്ച കയറും. ഇരിക്കൂർ അവർ ഉറപ്പ് പ്രതീക്ഷിക്കുന്ന സീറ്റാണ്. അതുപോലെ TO മോഹനൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കണ്ണൂർ സീറ്റിൽ. പക്ഷേ അവിടെയും ഒരു ട്രെൻഡ് ഉണ്ടായാൽ കണ്ണൂരും നിലനിർത്താനാകുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ണൂർ സീറ്റിൽ ജയിച്ചു കയറാനാകുമെന്ന വിലയിരുത്തലിലാണ് UDF ക്യാമ്പുള്ളത്. അവിടെ നിന്ന് പാലക്കാടേക്ക് എത്തുമ്പോഴാണ് ആശങ്കകൾ നിലനിൽക്കുന്നത്. അതായത് പാലക്കാട് ഒരു 3 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഒരു വലിയ ട്രെൻഡ് ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് നൽകുന്ന സൂചന. തൃശ്ശൂരിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും എന്ന TN പ്രതാപൻ അടക്കം ജയിച്ചു കയറുമെന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. പിന്നീട് എറണാകുളത്ത് ഏറ്റവും കുറഞ്ഞത് 10 സീറ്റുകൾ എങ്കിലും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പ്രതിപക്ഷ നേതാവ് മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്ന് പറയുമ്പോൾ 10 സീറ്റുകളിലെങ്കിലും എറണാകുളത്തും വിജയം ഉറപ്പെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. യെസ്, അത് പറയുന്നു. അതാണ് സാഹചര്യം കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്ത് ഒന്ന് കാര്യം, ഭരണവിരുദ്ധ വികാരം അതിഭയങ്കരമായി പ്രകടപ്പെടണം, അത് പ്രതിഫലിക്കണം. ആ പ്രതിഫലനം മാത്രമേ ഇത്ര വലിയൊരു മുന്നേറ്റം UDF സാധ്യമാക്കൂ. ഇതൊരു UDFിൻ്റെ കണക്കെടുപ്പിൽ പ്രതിഫലിച്ച ഒരു കാര്യമായിരിക്കുമല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആദ്യം കണക്കെടുത്തതുപോലെയുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവ്, സാങ്കേതികമായ വർധനവുണ്ടെങ്കിൽ കൂടിയും വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ആ വർധനവ് ഉണ്ടാകില്ല. അത് ഏറെക്കുറെ വ്യക്തമാണ്. ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രീഫിങ്ങോട് കൂടി തന്നെ അത് ഏറെക്കുറെ പൂർണ്ണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ തരംഗമെന്ന UDFിൻ്റെ അവകാശവാദത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പിന്നോട്ട് പോക്ക് പിന്നീട് അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ? കാരണം 100 സീറ്റിൽ നിന്നും 80-85 എന്ന ഫിഗറിലേക്ക് വരുമ്പോൾ ഇത് ആദ്യ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ അത്ര വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? അതായത് എറണാകുളത്തിന് അപ്പുറത്തേക്ക് വരുമ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തുമായി പകുതിയിലേറെ സീറ്റുകളിൽ ജയിച്ചു കയറാനാകുമെന്ന് തന്നെയാണ് UDF ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ തന്നെ
80 സീറ്റിന് മുകളിലേക്ക് കടക്കും. തിരുവനന്തപുരവും കൊല്ലവും ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞത് 6 സീറ്റുകളെങ്കിലും ലഭിക്കും. 4 സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട്. 6 സീറ്റുകൾ ഉറപ്പാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ 80നും 85നും ഇടയിലുള്ളൊരു കണക്കിലേക്ക് അവർ എത്തുന്നത്. അതൊരു ട്രെൻഡായി മാറിയാൽ കൊല്ലത്ത് 5 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. 3 സീറ്റുകൾ അവർ ഉറപ്പിക്കുന്നുണ്ട്. അത് 5 സീറ്റുകളായി ഉയർന്നേക്കും. അതൊരു ട്രെൻഡായി മാറിയാൽ 85ന് മുകളിലേക്ക് പോകുന്നതിന് കാരണമായി കൊല്ലവും തിരുവനന്തപുരത്തും അധികമായി ലഭിക്കുന്ന സീറ്റുകളാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ വിലയിരുത്തലുകളിലുള്ളത്. പ്രധാനമായി അവർ എടുത്തു പറയുന്ന കാര്യം 2 കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ്. അതിലൊന്ന്, ഭരണവിരുദ്ധ വികാരതയ്ക്ക് അപ്പുറത്തേക്ക് വോട്ടർമാർക്കിടയിൽ ഒരു വിരക്തി ഉണ്ടായി. 10 വർഷത്തെ തുടർഭരണം കൊണ്ടുണ്ടായ ഒരു വിരക്തി, അതൊരു മാറ്റത്തിന് വോട്ട് ചെയ്യാൻ വോട്ടർമാരെ, നിഷ്പക്ഷമതികളായ വോട്ടർമാരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന വിലയിരുത്തൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ്യക്തി കേന്ദ്രീകൃതമായാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം നടന്നത്. പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത്. അതിൽ അസ്വസ്ഥതയുള്ള ഇടതുപക്ഷ അനുഭാവികൾ വരെയുണ്ട്. അവരടക്കം ഈ ഒരു സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ UDF അധികാരത്തിൽ വന്നേ മതിയാകുമെന്ന നിലപാടിൽ UDFന് അനുകൂലമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുകൂടി UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നത്. അതോടൊപ്പം അല്പമെങ്കിലും UDFനെ പ്രതിരോധത്തിലാക്കിയത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് എവിടെ വീട് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ വ്യാപകമായ പ്രചാരണങ്ങളായിരുന്നു. പക്ഷേ അത് വയനാട് ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ആ പ്രചാരണത്തിന് ഒരു ആക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ കാര്യമായ പരിക്കുകളില്ലാതെ 80നും 85നും ഇടയിൽ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നവർ ഉറപ്പിക്കുന്നു. മാത്രവുമല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 5000-ൽ താഴെ വോട്ടുകൾക്ക് UDF പരാജയപ്പെട്ട 20-ലധികം മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ടാർഗറ്റഡായ ഒരു പ്രചാരണമാണ് UDF ഇത്തവണ നടത്തിയത്. അവിടെ വലിയ മാർജിനിൽ ഇത്തവണ ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും 80 സീറ്റിൽ കുറയാതെ, അതായത് 80നും 85നും ഇടയിലുള്ള സീറ്റുകൾ ലഭിക്കും. അങ്ങനെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. അതോടൊപ്പം സാമുദായിക സമവാക്യങ്ങൾ കൂടി അനുകൂലമായി മാറിയാൽ അതൊരു തരംഗമായി തന്നെ മാറും എന്ന പ്രതീക്ഷയിലാണ് UDF. ഈ ആത്മവിശ്വാസം അത് 85 സീറ്റുകൾ വരെ ലഭിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം അത് ഇപ്പോഴും അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഡാൻ, ഒരു കാര്യം കൂടി ഡാൻ, ഈ കണക്കെടുപ്പിനിടയിൽ ഉയർന്നു വന്ന തിരുവനന്തപുരത്തെ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള കൗതുകമുള്ള നിരീക്ഷണം കൂടിയുണ്ട്. അതായത് നേമത്ത് KS ശബരിനാഥൻ വിജയിച്ചു കയറും. അതിന് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന കണക്കുണ്ട്. അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം കഴിഞ്ഞ തവണ മുരളീധരൻ മത്സരിച്ച സാഹചര്യങ്ങളൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കണക്കെടുപ്പ്. ഈ കണക്കെടുപ്പിൻ്റെ ഒരു വസ്തുത എത്രമാത്രമാണ് ഡാൻ? ശബരിനാഥന് ഏത് ഫാക്ടറിൽ, ഏത് സാഹചര്യത്തിൽ അവിടെ വിജയിക്കാൻ പറ്റുമെന്നതാണ് ഈ കോൺഗ്രസിൻ്റെ കണക്ക്. ആ കണക്കുകൂട്ടൽ പുറമേക്കുള്ള അവകാശവാദത്തിനപ്പുറം എന്തെങ്കിലും കഴമ്പുണ്ടോ? അതായത് നിലവിൽ അവിടെ ഈ പോരാട്ടം ഒരു ത്രികോണ തരത്തിലേക്ക് ഉയർത്താൻ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞു എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. വി ശിവൻകുട്ടിക്ക് അനുകൂലമായി കഴിഞ്ഞ തവണ മാറിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു. അത് ഇത്തവണ അതിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ട് 33,000-ഓളം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുണ്ട് അവിടെ. ആ വോട്ട് ബാങ്ക് ശബരിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. അതേസമയം LDF ക്യാമ്പ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. കാരണം അവർ കൃത്യമായി വി ശിവൻകുട്ടിക്കൊപ്പം തന്നെയാണ്. അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ സമുദായത്തിൽ, ആ മണ്ഡലത്തിൽ കൂടുതലെന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ ശബരിനാഥൻ അവിടെ ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തെലങ്കാന മുഖ്യമന്ത്രി അടക്കം ദേവേന്ദ്ര റെഡ്ഡി ഉൾപ്പെടെയുള്ളവരെ എത്തിച്ചുകൊണ്ട് ഈ നിയമത്തിൻ്റെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടത്തിയ റോഡ് ഷോ അടക്കം വലിയ സ്വാധീനം ചെലുത്താൻ അത് ശബരിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അതവർക്ക് അനുകൂലമായി മാറും. അതായത് മുരളീധരൻ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകൾക്ക് ഒപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ശബരിനാഥനിലേക്ക് കൃത്യമായി കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതോടൊപ്പം BJP അധികാരത്തിൽ അല്ലെങ്കിൽ BJP അവിടെ മണ്ഡലത്തിൽ ജയം ഉറപ്പാക്കും എന്നൊരു ട്രെൻഡ് വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനായി ഹിന്ദു വോട്ടുകളിൽ ഒരു വിഭാഗം
അത് UDF അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടേക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി UDF ക്യാമ്പിലുണ്ട്. അങ്ങനെ LDF-ൻ്റെയും UDF-ൻ്റെയും വോട്ടുകൾ കൂടി ഒരുമിച്ച് LDF-ൻ്റെയും BJP-യുടെയും വോട്ടുകൾ കൂടി ഒരുമിച്ച് ഒരു നിശ്ചിത ശതമാനം ശബരിനാഥന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടാൽ അങ്ങനെ ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയാണ് KS ശബരിനാഥനും UDF ക്യാമ്പിനും ഉള്ളത്. പക്ഷേ അതൊരു അട്ടിമറി സംഭവിച്ചാൽ മാത്രമേ അങ്ങനെയൊരു കാര്യം യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശബരിനാഥൻ ജയിച്ചില്ലെങ്കിലും അവിടെ ആര് ജയിക്കുമെന്ന് നിർണ്ണയിക്കുന്നതിൽ KS ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ KS ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വലിയ നിർണായകമായ ഫാക്ടറായി മാറും. വി ശിവൻകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചാൽ അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകളായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത്. ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ ഫാക്ടറുകളും ഇത്തവണ അനുകൂലം. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വലിയ കണക്കിലേക്ക് വരുന്നത്. സ്വാഭാവികമായ ചോദ്യമുണ്ടാവും, 42 MLA-മാരുള്ള ഒരു മുന്നണി 100 സീറ്റെന്ന അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ 58 സീറ്റുകൾ എങ്ങനെ പിടിച്ചെടുക്കുമെന്ന ചോദ്യം. അത്രയും ഫാക്ടർ ഉണ്ടായി. ഇതാണ് UDF-ൻ്റെ കണക്കെടുപ്പ്. ആ ഫാക്ടറുകൾ എത്ര കണ്ട് വർക്കൗട്ട് ചെയ്തു, ഇതെല്ലാം കണക്കുകളാണ്. എന്തായാലും ഈ അവകാശവാദങ്ങൾക്കൊപ്പം ചേർന്ന് പോകുന്നതാണോ തെരഞ്ഞെടുപ്പ് ഫലം, അതാണ് നമുക്ക് അറിയേണ്ടത്. കാത്തിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.